ചന്ദ്രൻപിള്ളയ്ക്ക് ഫിഷിംഗ് എക്സ്പോർട്ടാണ് ബിസിനസ്. ചാക്കോയ്ക്ക് മകനും ഫിനാൻസ് കമ്പനി. ഒരുപാട് റിസ്ക് ഉള്ള ബിസിനസ് ലൈനാണ് ഇത് രണ്ടും. അതുകൊണ്ട് തന്നെ അപകടപ്പെടുത്താൻ എളുപ്പവും. അവറാച്ചൻ എസ്റ്റേറ്റിലാണ് വിത്ത് ഹിസ് സൺ സണ്ണി. അവിടേക്ക് നമ്മളൊരു സെപ്പറേറ്റ് ട്രാക്ക് നോക്കണം. Why not we begin with Victor and Julie? ഞാനും അത് തന്നെയാണ് മനസ്സിൽ കണ്ടത്. നമുക്ക് അവരിൽ നിന്ന് തുടങ്ങാം. ചേട്ടൻ മരിച്ചതിൽ പിന്നെ വിക്ടറും ജൂലിയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിതം. വിക്ടറിന്റെ ലോകം കുതിരകളുടെ ലോകമാണ്. പക്ഷേ കുതിരകളെ കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞൂടല്ലോ. സാരമില്ല, ഐ ക്യാൻ ടീച്ച് യു. വിക്ടറിനേക്കാൾ എക്സ്പെർട്ട് ആവണം ബാലു ഇക്കാര്യത്തിൽ. എക്സ്ക്യൂസ് മീ, ഞാനിപ്പോ വരാം. ഹലോ നാൻസി. സോറി, നാൻസി എന്ന് ഇനി വിളിച്ചുകൂടല്ലോ. മിസ്സസ് നാൻസി സണ്ണി ആബ്രഹാം. സെയിം ഓൾഡ് ബാലു. ആർക്കും വേണ്ടാത്ത, ആർക്കും വിലയില്ലാത്ത ബാലു. ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലേ? പക്ഷെ ഞാൻ തിരിച്ചു വന്നു. എപ്പോഴെങ്കിലും നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. വേറൊന്നിനുമല്ല, കല്യാണം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കല്ലേ. ആ സന്തോഷം ദൂരെ നിന്ന് ഒന്ന് കാണാൻ. യാദർച്ഛികമായിട്ടാണെങ്കിലും ഇന്നത് സാധിച്ചു. ഐ ആം ഗ്ലാഡ്. Very glad. Balu, please. ഹലോ മിസ്റ്റർ ബാലു. ഹലോ. ഇവിടെ എന്നെ കാണാൻ വന്നതോ അതോ ഞങ്ങളെയോ? രണ്ടു വിധത്തിലും കരുതിക്കൊള്ളു. ബൈ. എന്നാണ് ജയിലിലേക്ക് തിരിച്ചിനി? ആര്? ഞാനോ അതോ? അത് നാൻസി ആണല്ലേ?
ഹലോ, മിസ് രാധാമേനന്റെ വീടല്ലേ? അതെ, രാധയാണ്. ഹലോ, നിങ്ങൾ ആരാണ്? ഞാൻ നാൻസി, മിസ്സസ് നാൻസി സണ്ണി എബ്രഹാം. ഓ, നാൻസി, എന്താ വേണ്ടത്? എനിക്കൊരു വിവരം അറിയണമായിരുന്നു. യെസ്, ഇന്ന് റേസ് കോഴ്സിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ബാലുവോ? അതെ, ബാലു എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാമോ? വൈ, ബാലു എന്റെ കൂടെയാണ് താമസം. നിങ്ങളുടെ കൂടെയോ? അതെ, എന്റെ വീട്ടിൽ. എന്തേ? ഹലോ, എനിക്ക് ബാലുവിനെ ഒന്ന് കാണണം. ഇപ്പോഴോ? ഈ രാത്രിയിൽ? അല്ല, നാളെ എപ്പോഴെങ്കിലും. നാൻസി ഇങ്ങോട്ട് വന്നോളൂ, രാവിലെ, എനി ടൈം. ഏഴ് വർഷങ്ങളല്ല, ഒരായുസ് മുഴുവൻ ബാലുവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഗർഭിണിയായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? പറയാൻ വേണ്ടിയാണ് ഞാൻ അന്ന് ജയിലിൽ വന്നത്. പക്ഷെ ബാലു അതിനെ അനുവദിച്ചില്ല. വിവാഹം കഴിയാതെ ഞാൻ ഗർഭിണിയാണെന്ന് ഡാഡി അറിഞ്ഞാൽ ആ നിമിഷം സണ്ണിയുമായുള്ള വിവാഹം ഡാഡി ഉറപ്പിച്ചു. എന്നിട്ടും കല്യാണത്തിന് മുൻപ് ഞാൻ സണ്ണിയെ ചെന്ന് കണ്ടു. എല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം അറിഞ്ഞിരുന്നിട്ടും അയാൾ ഈ ബന്ധത്തിന് തയ്യാറായി. കല്യാണം കഴിഞ്ഞപ്പോ സണ്ണി അബോർഷന് വേണ്ടി നിർബന്ധിച്ചു. ഞാൻ വഴങ്ങിയില്ല. ബാലുവിനെയോ എനിക്ക് നഷ്ടപ്പെട്ടു. ബാലുവിന്റെ കുഞ്ഞിനെങ്കിലും എനിക്ക് വേണമായിരുന്നു. സണ്ണി അതിന് സമ്മതിച്ചപ്പോ അയാൾ ഒരു വലിയ മനുഷ്യനാണെന്ന് ഞാൻ കരുതി. പക്ഷെ തെറ്റിപ്പോയി. അയാൾക്ക് ആവശ്യം എന്റെ പണവും സ്വത്തുക്കളും മാത്രമായിരുന്നു. വെറും ഒരു അലങ്കാര വസ്തു മാത്രമാണ് ഞാൻ. പലപ്പോഴും കൂടെ പോകാൻ വേറെ സ്ത്രീകളുണ്ടാവും. ആരെയും കിട്ടാതെ വരുമ്പോ മാത്രമാണ് ഞാൻ, അതും അവരിൽ ഒരാളെ പോലെ മാത്രം. എന്റെ കൺമുന്നിൽ വെച്ച് മറ്റു സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് അയാൾക്കൊരു വിനോദമാണ്. ഈവൻ യെസ്റ്റർഡേ നൈറ്റ്. എന്ത് സംഭവിച്ചാലും ഞാൻ ദുഃഖിക്കരുതെന്ന് മാത്രം ആഗ്രഹിച്ച് എന്റെ പാവൻ ഡാഡി മനം നൊന്ത് മരിച്ചു. മോനെ സ്നേഹത്തോടെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല അയാൾ. പലപ്പോഴും ഒരു നായ്ക്കുട്ടിയെ കാലുകൊണ്ട് തട്ടി അകറ്റുന്നത് പോലെ നമ്മുടെ മോനെ. ബാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എല്ലാം സഹിച്ച് ഇന്നും ഞാൻ ജീവിക്കുന്നത് മോന് വേണ്ടി മാത്രമാണ്. വരൂ, കാപ്പി കുടിക്കാം. വേണ്ട, മോൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വൈകിയാൽ വരട്ടെ. ബാലുവിന്റെ മനസ്സിൽ നാൻസിയോട് തോന്നിയ വെറുപ്പ് ഇപ്പോഴും ഉണ്ടോ? ഇല്ല, എനിക്ക് അവളെ കുറിച്ച് ദുഃഖം മാത്രമേ ഉള്ളൂ. ഈ നേരം അത്രയും ഞാൻ ആലോചിച്ചിരുന്നത് നാൻസിയെ കുറിച്ചായിരുന്നില്ല, എന്റെ കുഞ്ഞിനെ കുറിച്ച്. ബാലുവിന്റെ കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിന്ന് വളരുന്നത് മറ്റൊരാളുടെ മകനായിട്ടാണ്. So what? Calm down, ബാലു. നാൻസി ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. എനിക്കെല്ലാം അറിയാതെ, എങ്കിലും എന്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും ആ കുഞ്ഞിനെ ഒന്ന് കാണാതെ ഇല്ല. എനിക്കെന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. ഒരു നോക്ക്.
അതിന് രാധ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരില്ലേ? പ്ലീസ്. നാളെ ആവട്ടെ.